ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് ഫ്രൈഡേ ഈവനിങ്. ഞാൻ എങ്ങനെ വ്ലോഗ് എടുക്കണ്ട, ഷോർട്സ് എന്തെങ്കിലും എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നൊരു ദിവസമായിരുന്നു ഇത്, ലാസ്റ്റ് ഫ്രൈഡേ. അപ്പോഴാണ് എനിക്കൊരു കമൻറ്റ് കിട്ടിയത്, ഗ്രോസറി ഷോപ്പിംഗ്, മീൽ പ്ലാൻസ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. എനിക്കിങ്ങനെ അതിനെപ്പറ്റിയൊന്നും ഇരുന്ന് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. സ്കൂളിലിരുന്നപ്പോഴത്തേക്ക് ആലൻ്റെ വക ഒരു കോൾ ഉണ്ടായിരുന്നു. സാറ്റർഡേ സിസിജിയിൽ ഗസ്റ്റ് കൂടുതലായതുകൊണ്ട് അവിടത്തേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ അതും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വൈകുന്നേരം കുറച്ച് നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തി കേട്ടോ. ലഞ്ചിന് വീട്ടിൽ ചോറും മോര് കാച്ചിയതും മത്തി എരിവ് കറിയും ചക്ക കുഴച്ചതും പിന്നെ ചൂര പൊരിച്ചതും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ മിസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. ആലനോടും ഞാൻ വന്നിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന പാടെ തന്നെ ചോറും വിളമ്പി ഞങ്ങൾ രണ്ടുപേരും കൂട്ടിരുന്ന് ചോറ് കഴിച്ചു. ഇപ്പോൾ ഈ കഴിക്കുന്നതിൽ എൻ്റെ ധൃതി വിശപ്പ് കൊണ്ടല്ല, കണ്ടല്ലോ ആശാൻ ഓൾറെഡി ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള കടയിലോട്ടൊന്നും അല്ല പോകുന്നത്, ഇവിടെ ഡ്രീംസ് മോള് വന്നിട്ടുണ്ട്, ലുലു ഒക്കെ ഉള്ളത്, അവിടെ ഇതുവരെ പോയില്ല കൊട്ടിയത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഡെക്കറേഷനൊക്കെ കുറച്ച് കൂടുതൽ വേണം. പോരാത്തതിന് എൻ്റെ മുഖത്താണെങ്കിൽ പുരുവൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റായിട്ട് ഇറങ്ങുന്ന അതേ ടൈമിൽ, ഇത് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അമ്മയും നിലവും കൂടെ കയറി വന്നു കേട്ടോ. വെയിലായതുകൊണ്ട് തൊപ്പിക്ക് പകരം നിക്കറാണ് തലയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ചോദ്യമായി പറച്ചിലായി, മമ്മയും പപ്പയും എവിടെയാണ് പോകുന്നത്, ഞാനും വരുന്നു എന്നും പറഞ്ഞ് കരച്ചിലായി. അപ്പോഴത്തേക്ക് എൻ്റെ ഫേസ് കണ്ടോ, എനിക്കും അങ്ങ് സങ്കടമായി. ആലനും വണ്ടി തിരിച്ചെടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയാൻ പോവുകയാണെന്ന്. അങ്ങനെ പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ക്യാമറ ഓൺ ആണെന്ന് അറിയാതെയാണ് കേട്ടോ മാഷ് വന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നൊന്നും നിൽക്കത്തില്ല. ഉച്ചയോർക്കമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് കുരുട്ട് ഞങ്ങളുടെ കൂടെ കയറി വരുന്നത്. മിക്കവാറും വണ്ടിയിലിരുന്ന് ഉറങ്ങാനുള്ള സകല സാധ്യതയുണ്ട്. ദേണ്ട അടുത്ത ആൾ ചെസ് നമ്പർ 2 ക്യാമറ ഓൺ ആണെന്ന് അറിയാതെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കുക്കു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ കടയിലേക്ക് പോകാനായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന്, സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പോലും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവനെയും കൊണ്ടുപോകേണ്ടി വന്നേനെ. ഇവിടെ നമ്മുടെ അടുത്ത് വഞ്ചിക്കോവിൽ ഉത്സവമാണ് കേട്ടോ. അവിടെ 10 ദിവസത്തെ അന്നദാനമുണ്ട്. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ, +2 പഠിക്കുമ്പോൾ പോലും മാളത്തുങ്കൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് വരിയായിട്ട് നിന്ന് 10 ദിവസവും ഭക്ഷണം കഴിക്കുമായിരുന്നു. യൂണിഫോം ഇട്ട് പിള്ളേരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് വല്ലാണ്ടങ്ങ് നൊപ്ലാഞ്ചി അടിച്ചു. അങ്ങനെ നമ്മളിതേ സംഭവം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ചേച്ചിയും പിള്ളേരും ഒക്കെ ഓൾറെഡി ഒരു 2-3 ടൈംസ് വന്നു. ഡാഡയും ഇവിടെ നോൺ വെജ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വീട്ടിൽ നോൺ വെജ് ഇല്ല 2-3 ദിവസമായിട്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. ജിയോ മാർട്ടിൽ പോയി ഇങ്ങനെ വണ്ടിയിലിരുന്ന് ശീലമുള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോഴും വണ്ടി കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ബുമ്പുമാണെന്നും പറഞ്ഞിട്ട് അതിൽ കയറിയിരിപ്പം അങ്ങ് തുടങ്ങി. ആലൻ പിന്നെ അവിടത്തേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞാനിങ്ങനെ മൊത്തം നടന്നിട്ടേ എനിക്ക് ഈ കിച്ചൺ യൂട്ടൻസിൽസ് ഒക്കെ കണ്ടിട്ട് കയ്യും കാലും പറിച്ചിട്ട് പാടില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ച് കൂട്ടാറില്ല. ഇറ്റ് വിൽ മേക്ക് മൈ കിച്ചൺ ക്ലംസി. അതുകൊണ്ട് പിന്നെ ആത്മനിയന്ത്രണമൊക്കെ പാലിച്ചിട്ട് നമ്മൾ വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നും പറഞ്ഞ് ആ ഒരു സെക്ഷനിലും കൂടെ കയറിയിട്ട് ബില്ലിങ്ങിലേക്ക് വന്നു. ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, മുൻപൊക്കെ കിച്ചണിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് വെച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ തീരുമ്പോൾ അതിലോട്ട് ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് ആലൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മേളിൽ നിന്നൊരു ഷീറ്റ് അങ്ങ് കീറിയങ്ങ് കൊടുക്കും. റിട്ടേണിൽ തുമ്പക്കുടത്തിനൊക്കെ ഇട്ട് ആളെ അങ്ങ് ഉറക്കി കേട്ടോ, നല്ല ഉറക്കമായി. പിന്നെ ഇപ്പോൾ അങ്ങനൊരു ബുക്ക്ലെറ്റിലോട്ട് ഞാൻ എഴുതാൻ നിൽക്കാറില്ല. പകരം ഞാൻ ചെയ്യുന്നത് വാട്സാപ്പിൽ ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അയക്കും. പുളി തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുളി കടുക് എന്നും പറഞ്ഞ് അങ്ങ് ടൈപ്പ് ചെയ്തിട്ട്. പാതാളത്തിലേക്ക് കൊല്ലം ബീച്ചും ആകാശത്തോട്ട് മയ്യനാടും ഞങ്ങളുടെ സൈൻ ബോർഡിൻ്റെ അവസ്ഥയാണ്. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓടി ഓടി നമ്മളിങ്ങനെ രേവരത്തെത്തി. എന്നിട്ട് നെക്സ്റ്റ് ടൈം വീട്ടിൽ നിന്ന് നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ആലൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് ഫോർവേഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതങ്ങ് ആലന് ഫോർവേഡ് ചെയ്യും. മന്ത് എൻഡ് ആകുമ്പം ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഞാൻ എല്ലാ കുപ്പിയും പാട്ടയും അരിച്ചു പിറക്കി തീരാറായത് മൊത്തം എഴുതി ലിസ്റ്റ് ഇടും. മാസത്തിലെ ആദ്യത്തെ വീക്കിൽ നമ്മൾ പ്രൊവിഷൻ എടുക്കാനായിട്ട് കടയിൽ പോകും. ഇന്നത്തെ KOTD കണ്ടില്ലല്ലോ, കണ്ടേക്കാം. ഈ തീരദേശ റോഡ് നേരെ അങ്ങ് പോയാൽ ചിന്നക്കടയിലെത്തും. കൊല്ലത്തുള്ള ഞങ്ങളുടെ കൊല്ലത്ത്. നിലുവിൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്നത് കൊണ്ട് ആലൻ തന്നെയാണ് പോയി ഗേറ്റൊക്കെ തുറന്നത്. സിസിജിയിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ബാക്കി വീട്ടിലേക്ക് എടുക്കാനുള്ളതൊക്കെ ആയിട്ട് നേരെ അകത്ത് വന്നു. ഡോണറ്റ് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. ഒരു പെൻസിൽ ബോക്സും ഒക്കെ മേടിച്ചിരുന്നു. ബാഗിൽ പെൻസിലും ഇറേസറും ഷാർപ്നറും ഒക്കെ ചുമ്മാ അതങ്ങ് ഇട്ടേക്കുക. ബോക്സ് മേടിച്ച് കൊടുത്തത് തറയിലോട്ടൊരു 3-4 വീഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലോക്കൊക്കെ പൊട്ടി പാളീസായിരിക്കുകയാണ്.
ആലൻ അവനോട് ഡോണറ്റ്സ് ഞങ്ങൾക്ക് മേടിച്ചതാണ് നിനക്കല്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒന്ന് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിട്ട് മീറ്റ് നിറച്ച് മീറ്റ് പഫ്സ് എന്നല്ല അവിടെ കിടന്നത്, എന്തോ ഒരു നെയിം ഉണ്ടായിരുന്നു, ഐ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് ഇറ്റ്. ഇമാതിരി സാധനങ്ങളൊന്നും തന്നെ അമ്മ എടുക്കാത്തതുകൊണ്ട് അമ്മയ്ക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ബോക്സ് ഹൽവ മേടിച്ചു. എന്നിട്ട് ഞാൻ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ കണ്ണാടി പോലെ ഇരിക്കുന്ന നല്ല വലിയ ഹൽവ. ഞാൻ തന്നെ അതൊന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുത്തു. അമ്മ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തന്നെ ചായക്കുള്ളത് വെച്ചിരുന്നു കേട്ടോ. എപ്പോഴും വൈകുന്നേരമേ നമ്മുടെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സീനിൽ അമ്മ ഇല്ലാത്തത് അമ്മ പിരിവിന് പോകുന്നതുകൊണ്ടാണ്. പിന്നെ അമ്മയ്ക്ക് ചായ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പോകുന്നതിന് മുമ്പ് കട്ടൻ ചായയോ ഇട്ട് കുടിച്ചിട്ട് നിലുവിനുള്ള പാല് കാച്ചി വെച്ചിട്ടായിരിക്കും അമ്മ പോകുന്നത്. ഈ ഡോണറ്റ് വടയാന്ന് പറഞ്ഞ് നോക്കിയിട്ടും രക്ഷയില്ല കേട്ടോ. ഒന്ന് കടിച്ച് നോക്കാൻ പോലും മനസ്സ് കാണിച്ചില്ല. അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പെടും ഇതൊക്കെ. ഞാൻ പഫ്സ് കഴിക്കാനാണ് ഇരുന്നതെങ്കിലും എനിക്ക് ഡോണറ്റ്സ് കണ്ടിട്ട് അതും കൂടെ കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ അതും കൂടെ കഴിച്ചു, കുക്കു സാറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട്. പിന്നെ അവന് കുറച്ച് പഫ്സും കൂടെ കൊടുത്തു നോക്കി. അവനത് ഇഷ്ടപ്പെട്ടു. എഗ് പഫ്സൊക്കെ ആൾ ഒരുവിധം കഴിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്തിരി അത്യാവശ്യം ചീസൊക്കെ പോലെ ഉണ്ട്, എന്തോ ഒരു ടേസ്റ്റിലൊരു ചെറിയ ഡിഫറൻസൊക്കെ ഉണ്ട്. അവന് ഇഷ്ടപ്പെട്ടു, അവനും കുറച്ച് കഴിച്ചു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അറൗണ്ട് 4 o'clock ആയിരുന്നു കേട്ടോ. ആലൻ നേരെ അങ്ങ് സിസിജിയിലേക്ക് പോയി. ഏതായാലും നിലു ഉറങ്ങുന്നു, അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെയും പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി. പാമ്പേഴ്സ് ഉണ്ടല്ലോ, ഞാനും കിടന്നൊന്ന് ഉറങ്ങി. ഇനി ഇത്തിരി സൺസെറ്റ് കാണാം. അപ്പോൾ അങ്ങനെ സൂര്യൻ സാറിൻ്റെ പകുതി അങ്ങ് ക്ലൗഡ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഈ നേരത്ത് ഞാൻ ഉണർന്നിരിക്കാറുള്ളൂ. അങ്ങനെ വന്ന് കുറച്ച് നേരം അമ്മച്ചിയായിട്ടും ഷേളി ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നു. ഇതാണ് നിലുവിനെ എടുത്തുകൊണ്ട് പോകുമെന്ന് ഞാൻ പറയുന്നത് ഷേളി ചേച്ചി. ഷേളി ചേച്ചി താമസിക്കുന്നത് കിരൺ ടോമിയൊക്കെ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലാണ്. ആ വീട് ഞാൻ കാണിച്ചു തരാം. അവനിപ്പോൾ ഇത് കാണുമ്പോൾ നൊപ്ലാഞ്ചി അടിക്കും കേട്ടോ. ഇതാണ് ജീമോൻ്റെയും ജോമോൻ ചേട്ടൻ്റെയും വീട്, കിരൺ ടോമിയുടെ ബ്രദർ. ഈ ഒരു വഴിയിലാണ് ഞങ്ങൾ കളിക്കുന്നത് മൊത്തം. ഇപ്പോൾ അടിച്ചോട്ടം ആയാലും ചക്കുകളി ആയാലും എല്ലാം. ഇത് മംഗ്ലാവിലേക്കുള്ളൊരു വഴിയാണ്. ഇത് ഇതുവരെ താറിട്ടിട്ടില്ല കേട്ടോ. ഇവന്മാരും ഇപ്പം അങ്ങനെ തന്നെ. ഞാൻ പോയി കളിച്ച് നടന്ന ആ വീട്ടിൽ ഇപ്പോൾ നിലു പോയി നിൽക്കുന്നു. ജിമോനൊക്കെ ഇവിടുന്ന് താമസം മാറിപ്പോയി കേട്ടോ. കിരണ്ടോമിയൊക്കെ ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്. ആ നേരെ കാണുന്നത് ബംഗ്ലാവാണ്. അത് ഞങ്ങളൊക്കെ പറഞ്ഞ് മംഗ്ലാവ് എന്നാണ് അതിനെ പറയുന്നത്. പണ്ട് ചെറ്റയും കൊണ്ട് കെട്ടിയിരുന്ന മാതാവിൻ്റെ കുരിശടി ഇങ്ങനെയാക്കിയത് അവിടെ ഉണ്ടായിരുന്ന പീറ്റർ അച്ഛനാണ്. അച്ഛനൊന്നും ഇല്ല, മരിച്ചുപോയി. കുറച്ച് നേരം ലില്ലിയംസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഷേളി ചേച്ചി മോളെ നീയേനെ ട്യൂഷൻ കഴിഞ്ഞെടുത്തുകൊണ്ട് വന്നപ്പോൾ അവൻ വീണ്ടും വണ്ടിയിൽ കയറി നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഞാനും ലില്ലിയംച്ചിയും കൊച്ചുപ്പയും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ മിനിയാൻ്റെ ചായ ഇടുന്നുണ്ടായിരുന്നു. ചായയുടെ കൂടെ കുറിക്കാനായിട്ട് അച്ചപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ ഞാൻ പോകുന്ന വഴിക്കാണ് അവൻ്റെ ഈ സർക്കിട്ട് കണ്ടത്. ഇനി ഈ സൈക്കിളിൽ നിന്ന് ഇറങ്ങത്തില്ല. നിയമോളാണെങ്കിൽ പിന്നെ അവൻ്റെ അടുത്ത് അങ്ങനെ നോ പറയത്തില്ല, അങ്ങനെയേ കൊണ്ട് നടക്കും. അച്ചപ്പത്തിൻ്റെ കുപ്പി കാണിച്ച് മയക്കി അവനെ വശീകരിച്ച് തിരിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അച്ചപ്പമൊക്കെ കഴിച്ചു. കുക്കു സാറിന് മിനിയാൻ്റെ കഴിക്കാനായിട്ട് തക്കാളി മുറുക്കാണ് എടുത്ത് കൊടുത്തത്. അവൻ അതും കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്നാൽ ഇനി ഡിന്നർ ഉണ്ടാക്കാം. ഇന്ന് ഷവർമ്മ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നിങ്ങളവിടെ ആ കുബൂസൊക്കെ ബില്ല് ചെയ്യുന്നിടത്ത് കണ്ടപ്പോഴേ ഗസ് ചെയ്തിട്ടുണ്ടാവണം. അതൊന്നും അങ്ങനെ വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എനിക്ക് ഷവർമ്മ കഴിക്കാൻ തോന്നുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചതൊക്കെ ഏകദേശം ഇനി കുറച്ച് മീൻകറിയൊക്കെ കൂടി ഇരിപ്പുള്ളൂ. അത് അമ്മ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. രാത്രി അങ്ങനെ ഷവർമ്മ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. അവിടുന്ന് നോൺ വെജ് ഒന്ന് മേടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് 1/2 കിലോ ബീഫും 1/2 കിലോ ചിക്കനും മേടിച്ചു. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു, പുളിച്ചിറയിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ചേച്ചി അവിടെ നിന്ന് മേടിച്ചതാണ്. നോൺ വെജ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഫിഷിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. റീസണബിൾ ആണെന്നല്ല, കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് ഫിഷ്. പക്ഷേ മീറ്റ് പോൾട്രി ഒന്നും കുഴപ്പമില്ല, കുറച്ച് അഫോർഡബിളാണ്. ചിക്കൻ പീസസ് ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് ഞാനത് ഷവർമ്മ ഉണ്ടാക്കാനായിട്ട് മുറിച്ചെടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള മസാലയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും പിന്നെ പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, പിന്നെ ലേശം വിനാഗിരിയും കൂടെ ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ.
ഇത് ആക്ച്വലി ഞാൻ അൽഫാമിൻ്റെ മസാല പോലെ എന്തോ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഷവർമയുടെ അകത്തിരിക്കുന്ന ചിക്കന് ഒരു പൊരിച്ച കോഴിയുടെ ടേസ്റ്റ് അല്ലല്ലോ. എല്ലാം ഒന്ന് ചതച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇതേ റെഡിയായി. ഇവിടെ കൊച്ചുവും വന്നിട്ടുണ്ട്, നോയയും ഉണ്ട്. എല്ലാവരും കൂടെ അങ്ങ് മേളമാണ് കേട്ടോ. കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വെള്ളം കുടിക്കാൻ വരുന്ന സീനൊക്കെ പണ്ടേ നമ്മൾ കാണുന്നതാണല്ലോ. അതാണ് ഈ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. ചിക്കൻ കുറച്ച് അധികം നേരം മാരിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പരിപാടികൾ തന്നെ തുടങ്ങിയത്. ഇതാ ഞാൻ പുറത്തോട്ട് ഇറങ്ങാത്തത്. പുറത്തോട്ടിറങ്ങി എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ തിരിച്ചകത്തോട്ട് വരാൻ തോന്നത്തില്ല. അത് തന്നെ അകത്ത് വല്ല പണിയെടുത്തുകൊണ്ടിരുന്നാൽ ആ സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് തീർക്കാമെന്നും കരുതും. ഇന്ന് പിന്നെ ഞാനും വിചാരിച്ചു കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു 7-7:15 ആയപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഇതിന്ന് തന്നെ കുറച്ച് പൊരിക്കാനായിട്ട് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബോൺ ഇല്ലാത്ത പീസസാണ് ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ എടുക്കുന്നത്. ഷവർമ്മയ്ക്കകത്ത് വെക്കാനായിട്ട് ബോൺ വേണ്ടല്ലോ. അത്യാവശ്യം എല്ലൊക്കെ ഉള്ള പീസുകൾ ഞാൻ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞപ്പോൾ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞു. അത് നാക്കിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാവണം. കസൂരി മേത്തി, ദാറ്റ് ഈസ് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ സാലഡ് ഉണ്ടാക്കണമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷവർമ്മ കഴിക്കുമ്പോൾ പച്ചമുളക് എടുത്ത് കഴിക്കാനാണ്. അങ്ങനെ 2 പച്ചമുളകിൽ ചെറിയൊരു വരയിട്ടു. ഒരു ഹാഫ് കുക്കുംബർ എടുത്തിട്ട് അതും നല്ല നീളത്തിന് ആ ഒരു സാലഡ് കാണുന്ന ഒരു പരുവത്തിന് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് എടുത്തില്ല, കുക്കുംബർ മാത്രമേ എടുത്തുള്ളൂ. ഇതിനിപ്പോൾ നമ്മൾ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ചു വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അത്ര പിക്കിൾഡ് പരുവത്തിൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഇതിനെ അങ്ങ് സോക്ക് ചെയ്യും. വിനാഗിരി കൂടുതലും കുറച്ച് വെള്ളവും ഈക്വൽ പാർട്സ് ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇത് മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് ഒരു പിക്കിളുടെ പരുവത്തിലേക്ക് എത്തും. അത് രണ്ടും അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതുവരെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി മാറ്റുവാണ്. ഇനി ഫ്രിഡ്ജിലിരിക്കുന്ന ലെറ്റസ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ക്യാബേജ് മേടിച്ചില്ല. ലെറ്റസൊക്കെ നമുക്ക് ഇവിടെ അധികം കിട്ടത്തില്ല. അധികം നല്ല ഇവിടെ കിട്ടത്തില്ല അത്. അപ്പോൾ അവിടെ പോയപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഈ ലെറ്റസ്, ബ്രോക്കലി, കുബൂസ് ഇതെല്ലാം അവിടം വരെ പോയി നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ വക ഐറ്റംസൊക്കെ മേടിച്ചിട്ടാണ് ഈ പ്രഹസനമൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളത് ആദ്യം അങ്ങോട്ടേക്ക് വെക്കാം. എന്നിട്ട് ലെറ്റസൊക്കെ അരിഞ്ഞെടുക്കാം. ഇത് ഇത്തിരി സമയം പിടിക്കുന്ന പരിപാടിയാണല്ലോ. പീസസ് നമ്മൾ മുറിച്ച് കറി പീസാണ് മേടിച്ചത്, വലുതല്ല മേടിച്ചത്. അതുകൊണ്ട് ചിലരൊക്കെ തൂങ്ങി പിടിച്ച് കിടപ്പുണ്ട്. എന്നാൽ എല്ലാവരും വെന്തോളും. അതിൻ്റെ മേളിൽ നമുക്ക് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് ഓപ്ഷൻ കൊടുത്ത് ഞാൻ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ പാത്രങ്ങളും കൂടെ കഴുകാമെന്ന് വിചാരിച്ചു. ഈ നോൺ വെജ് മേടിക്കുന്നതിനെയും മീൽ പ്ലാൻസിനെയും പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഗ്രോസറീൻ്റെ കാര്യം പറഞ്ഞല്ലോ. മന്ത്ലി വൺസേ ഉള്ളൂ പ്ലാനിങ്. ബാക്കിയെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. തീരുന്നതനുസരിച്ച് മേടിക്കുക. ലെറ്റസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഷവർമ്മയ്ക്കകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചെടുത്ത് വെച്ചു. ബാക്കി ഫ്രിഡ്ജിലേക്ക് തിരിച്ച് ആ പാക്കറ്റിൽ കയറ്റിയില്ല. ഞാനൊരു ബോക്സ് എടുത്തിട്ട് അതിലിരിക്കാനുള്ള എളുപ്പത്തിന് അതിനെ ഒന്ന് മുറിച്ച് ഒരു 3-4 പീസാക്കി അടച്ചങ്ങ് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങിനും ഞാൻ ഇനി വേറെ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും എടുക്കുന്നില്ല. ലെറ്റസും ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഗ്രില്ല് എങ്ങനെയായി, ഇനി തിരിച്ചിടണമെന്നൊക്കെ. ഞങ്ങൾ 2 പേരും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരിത്തിരി കൂടെ നേരെ ഇരിക്കാം. അങ്ങനെ തിരിച്ച് വീണ്ടും അവനിൽ കയറ്റിയിട്ട് ഒന്നും കൂടെ ഗ്രില്ല് ഓപ്ഷൻ ഒരു 2-3 മിനിറ്റ് കൊടുത്തു. അരപ്പിനൊരിത്തിരി പച്ചരുചി ഉണ്ടായിരുന്നു. പിന്നെ ചോപ്പ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തത്. കുനുകുനാ അരിഞ്ഞ് നമ്മുടെ സമയം കളയണ്ടല്ലോ. ഇത് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. പേജിൻ്റെതാണ് സാധനം. റേറ്റ് എനിക്കപ്പോൾ ഓഫർ അറൗണ്ട് ഒരു 300 എന്തോ 200 സംതിങ് ഉണ്ടായിരുന്നു. അറൗണ്ട് 350. അതിനപ്പുറത്തേക്ക് എന്തായാലും പോയിട്ടില്ല. ഇന്ന് അവിടെ ലുലുവിൽ പോയപ്പോഴത്തേക്ക് ഈ സാധനം തന്നെ ഞാൻ 600-നും 700-നും ഒക്കെ കണ്ടു. സൈസിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ ആയിട്ട് കുറച്ച് പൊക്കം ഉള്ളതിന് കുറച്ച് 700-800 റേഞ്ചൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ. അപ്പോൾ അലനോട് ചോദിക്കുകയും ചെയ്തിരുന്നു നീ മേടിച്ച സാധനത്തിന് എത്രയായെന്ന്. എന്തായാലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതിന് തന്നെയാണ് റേറ്റ് കുറവ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോ. നമ്മൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ലിങ്ക് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് തരാം. അരിഞ്ഞു വെച്ച ലെറ്റസും പിന്നെ സവാളയും അതിലേക്ക് ഞാൻ അവനെടുത്ത് ചിക്കൻ പീസസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു.
അതെല്ലാം അരിഞ്ഞ് കൂട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇനി മയണൈസ് ഇട്ടാൽ ആ ബൗളിൽ എനിക്കത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായി ഈ വലിയ ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ മയണൈസ് അങ്ങോട്ടിട്ട്, മയണൈസ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാത്തത് ഈ പാക്കറ്റ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് തീരുമ്പോൾ നമ്മൾ മയണൈസ് വീണ്ടും എപ്പോഴത്തെയും പോലെ വീട്ടിലുണ്ടാക്കും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് ഞാൻ സോൾട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു ചിക്കൻ്റെ എരിവും ഉപ്പും എല്ലാം തന്നെ മതി. കുബൂസ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോന്ന് വീതം പ്ലേറ്റിലേക്ക് വെച്ച് അതിന് മീതെ കുറച്ച് കൈവെള്ളം ഇങ്ങനെ തിളച്ചിട്ടിട്ട് ഇത് ഞാൻ അവനിൽ വെച്ച് ഒന്നും കൂടെ ചൂടാക്കിയെടുത്തു. അപ്പോൾ അതൊന്നും കൂടെ എനിക്ക് ഫ്ലഫി ആയി കിട്ടി. അത് അവനിലൊരു 2 മിനിറ്റ്സ് വെച്ചിട്ട് ആ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി തീർക്കണം എന്ന ഒബ്സസീവ് കമ്പൽസറി ഡിസിഷൻ ഞാൻ എടുത്തു. അങ്ങനെ ആ പാത്രങ്ങളുമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ അവൻ ബീപ്പ് ചെയ്തു. ഇനി നമുക്കതെടുത്ത് ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് വെക്കാം. അതിന് മുൻപ് സാലഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം അങ്ങ് ഊറ്റി കളയണം. വെള്ളത്തിൽ നിന്നല്ലല്ലോ അത് നമ്മളെടുത്ത് കഴിക്കുന്നത്. അതങ്ങ് ഊറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 കുബൂസേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 എണ്ണം ആലൻ കഴിക്കും, ഞാൻ ഒരെണ്ണം കഴിക്കും, കുക്കുസാർ ഒരെണ്ണം കഴിക്കും. ഞാൻ 2 കിലോ കുറയ്ക്കാനായിട്ട് പാടുപെടുവാണല്ലോ. അതുകൊണ്ട് ഞാൻ ഫില്ലിങ്സ് കുറച്ച് കൂടുതൽ എനിക്ക് കഴിക്കാനുള്ളതിൽ വെക്കുന്നുണ്ട്. ആലന് ഈക്വലായിട്ട് 2 എണ്ണത്തിലും കുറച്ച് കുറവ്, കുക്കുസാറിന് അതിലും കുറവായിട്ട് വെച്ചു. അവനങ്ങനെ അത്രയും ചിക്കനൊക്കെ കഴിക്കത്തില്ല, കുറച്ച് ഹെവിയല്ലേ എല്ലാം കൂടെ. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷവർമ്മ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ റെഡി ടു കുക്ക് മേടിക്കുന്ന ആ ഒരു ചപ്പാത്തിക്കകത്താണ് ചെയ്യുന്നത്. ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ കണ്ണിൽ പൊടി വീണാൽ എങ്ങനെ സ്വന്തമായിട്ട് പൊടി ഊതാമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഊതും? ഒന്നുകൂടെ ഊതി. അപ്പോൾ ഇതങ്ങനെയാണ് കണ്ണിൽ വീഴുന്ന പൊടി പരസഹായം ഇല്ലാതെ ഊതിക്കളയാൻ പറ്റുന്നത്. അമ്മ നിലുവിനെ ഉറക്കാനായിട്ട് ഹാമക്കും എടുത്തിട്ട് അവിടെ മുറ്റത്തേക്ക് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്കൊരുപാട് നന്ദിയുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.